ടീം മോദിയുടെ മൂന്നാമത്തെ ഊഴമെത്തി, മൂന്നാമത്തെ അധികാരത്തിൽ കയറി കഴിഞ്ഞു. ഈ ടീമും മോദി എങ്ങനെയിരിക്കും, എന്തായിരിക്കും നമ്മളൊരു പ്രതീക്ഷ? ടീം ഏതൊക്കെ ടീമൊക്കെ തന്നെയാണ്, വലിയ മാറ്റമൊന്നും ഇല്ലല്ലോ. ആകെപ്പാടെ മറ്റേ അതിൻ്റെ തക്കുവോ മാറുന്നു, കാരണം നദ്ദയ്ക്ക് വരണമല്ലോ, അതുവേണ്ടി മാറുന്നു. പിന്നെ വ്യത്യാസം NDA കുറച്ചും പവർഫുള്ളായി. അവർക്ക് പിന്നെ ചിരാഗ് പാസ്വാൻ വന്നു, മറ്റേ ചിരാഗ് പാസ്വാൻ്റെ ടീം മുമ്പേ ഉണ്ട്. പിന്നെ നിതീഷ് വന്നു, നിതീഷും ഇടയ്ക്ക് വന്നും പോയിക്കൊണ്ടിരിക്കുക. ചന്ദ്രബാബു നായിഡു ഇവർക്ക് ക്യാബിനറ്റ് വകുപ്പ് കൊടുത്തു. അപ്പം അതൊരു അപ്രധാന വകുപ്പുകളായിരിക്കും ബേസിക്കലി. അങ്ങനെ പ്രധാനപ്പെട്ട വകുപ്പൊന്നും അവർ കൊടുക്കില്ലല്ലോ. അപ്പം മോർലെസ് പഴയ മന്ത്രിസഭ തന്നെയാണ്. കർണാടകയിലെ മറ്റേ ഇദ്ദേഹം വന്നു, കുമാരസ്വാമി ഫാമിലി ടീമല്ലേ. കെ കമ്പനിയാണ്, ഇന്ത്യൻ നശിപ്പിക്കുന്ന വേറൊരു കമ്പനിയാണ് കെ കമ്പനി. ഡി കമ്പനി എന്ന് പറയുന്നത് കെ കമ്പനി. അപ്പം അതത്രേ ഉള്ളൂ. അല്ല, അങ്ങനെ വരുമ്പോഴേ ഈ ടീം എങ്ങനെ ഇരിക്കും? നമ്മുടെ മോദിയുടെ മൂന്നാമത്തെ ടീം പണ്ടത്തെ അത്ര ഹാർഡായി പോകാൻ പറ്റില്ല, കാരണം പല പ്രശ്നങ്ങളുണ്ട്. അതെന്ന് വെച്ചാൽ ഒറ്റയ്ക്ക് ഭൂരിപക്ഷം അല്ലല്ലോ BJP. മോഡിക്ക് ചെറിയൊരു ക്ഷീണമാണത്. പിന്നെ പണ്ടത്തെ പോലെ ഇപ്പോൾ ഒറ്റയ്ക്ക് നമുക്ക് ഭൂരിപക്ഷം ഉണ്ടെങ്കിൽ, BJPക്ക് ഭൂരിപക്ഷം ഉണ്ടെങ്കിൽ അവർക്ക് എന്ത് ചെയ്യാം? എന്താണോ BJP ആഗ്രഹിക്കുന്നത് ആ രീതിയിൽ കൊണ്ടുപോകാൻ പറ്റും. സഖ്യകക്ഷികൾക്ക് അതിൻ്റെ കൂടെ നിന്നേ പറ്റുള്ളൂ. കാരണം സഖ്യകക്ഷികൾക്ക് ഉണ്ടെങ്കിൽ പോലും തിരിച്ചൊന്നും പറയാനും പറ്റില്ല. അപ്പോൾ കർഷക സമരമായിട്ട് ബന്ധപ്പെട്ടാണ് അകാലിദൾ പോയത്. അവർക്ക് നിന്നിരുന്നെങ്കിൽ അവർക്കുള്ള സ്വാധീനം കൂടി പോകരുത്. അപ്പം ഇപ്പോൾ എന്ന് വെച്ചാൽ സഖ്യകക്ഷികൾക്ക് അവരുടെ വോട്ട് ബാങ്കിനെ തൃപ്തിപ്പെടുത്തേ പറ്റുള്ളൂ. കാരണം അവർക്ക് ഒറ്റയ്ക്ക് ഭൂരിപക്ഷം ഇല്ല, നിങ്ങൾക്ക് ചിലത് ചെയ്യാൻ പറ്റുമല്ലോ എന്ന് വോട്ടേഴ്സ് ചോദിക്കും. ഉദാഹരണമായിട്ട് നമ്മുടെ നിതീഷ് കുമാറിന് വലിയൊരു മുസ്ലിം വോട്ട് ബാങ്ക് ഉണ്ട്, ചന്ദ്രബാബു നായിഡുവിനുണ്ട്. അപ്പം ഈ പറയുന്ന പൊതു സിവിൽ കോഡ് പോലെയുള്ള വിഷയങ്ങൾ വരുന്നു. അതല്ലെങ്കിൽ ആൻറ്റി കൺവേർഷനെ അത്യാവശ്യമാണ്. ഞാൻ ഈ തവണ മോഡി ഒറ്റയ്ക്ക് വന്നു കഴിഞ്ഞാൽ ഏറ്റവും ബ്രൗണി പോയിൻ്റായിട്ട് ഞാൻ കണ്ട ആൻറ്റി കൺവേർഷൻ ബില്ലാണ്. ആൻറ്റി കൺവേർഷൻ ബില്ല് വന്നില്ലെങ്കിൽ 100 വർഷം കൊണ്ട് ഇന്ത്യ ഹിന്ദു ന്യൂനപക്ഷ രാജ്യമായി മാറും. ഇന്ത്യൻ്റെ അടുത്ത് ക്രിസ്ത്യൻ രാജ്യം വരും. ഹിന്ദു ന്യൂനപക്ഷ രാജ്യമായി വിചാരിക്കേണ്ട, അത് മുസ്ലിം ഭൂരിപക്ഷ രാജ്യം. ഇപ്പോൾ ഞാനങ്ങനെ അത് മുസ്ലിം പക്കത്ത് ഞാൻ മുസ്ലിം ഭൂരിപക്ഷമാവും ഇന്ത്യ എന്ന് പറഞ്ഞത് പറയേണ്ട. അങ്ങനെയല്ല, ഇത് ഒരു പെന്തക്കോസ് ഭൂരിപക്ഷ രാജ്യമാണ്. ഇങ്ങനെ ലോകത്ത് ചരിത്രമുണ്ട്. നമ്മളെ തൊട്ടടുത്തുള്ള സൗത്ത് കൊറിയ, നമ്മൾ ഹുണ്ടായി കമ്പനിയെ കണ്ടല്ലോ, അത് ബുദ്ധിസ്റ്റ് രാജ്യമായിരുന്നു. അമേരിക്ക അവിടെ പോയി നോർത്ത് കൊറിയക്കെതിരെ ബേസ് സ്ഥാപിച്ച് ഇപ്പോൾ അതൊരു ക്രിസ്ത്യൻ രാജ്യമാണ്. ഏറ്റവും കൂടുതൽ ക്രിസ്ത്യൻ ഇവാഞ്ചലിക്കൽ പ്രവൃത്തികൾക്ക് കാശ് കൊടുക്കുന്നവരാണ്. ആഫ്രിക്കയിൽ ഏതാണ്ട് 26 രാജ്യങ്ങൾക്ക് 1951 ആ കാലഘട്ടത്തിലെ സെൻസസിൽ 56 മറ്റോ അവർ 26 രാജ്യങ്ങൾ ഈ ഹിന്ദു മതം പോലെ അനിമിസ്റ്റിക് റിലിജൻസ് ഉണ്ടായിരുന്ന മതമാണ്. അതായത് ഒഫീഷ്യൽ റിലിജൻ. ഇപ്പം അത് മാറി ഒന്നുകിൽ ക്രൈസ്തവം, ഒന്ന് ഇസ്ലാമിക്, അല്ലെങ്കിൽ ഇസ്ലാമിക രാജ്യമായി. അപ്പോൾ ഇത് ചൂണ്ടിക്കാണിക്കുന്നത് എന്താണ്? ഈ യൂറോപ്പിലും അമേരിക്കയിലെല്ലാം തന്നെ എല്ലാ മതത്തിനും ഇമ്പോർട്ടൻസ് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കും. പിന്നെ അവിടെ ഒരു ആത്മീയതയ്ക്ക് ഊന്നൽ കൊടുക്കുന്നതുകൊണ്ട് അവിടെ കുറച്ചും കൂടി സായിപ്പന്മാർക്ക് താല്പര്യം ഹിന്ദുയിസത്തിലൊക്കെയാണ്. ഇപ്പോൾ ഹരേ കൃഷ്ണ മൂവ്മെൻ്റൊക്കെ ശക്തിപ്പെടുന്നത്, യോഗയൊക്കെ മൂവ്മെൻറ്റ്. സത്യത്തിൽ അവിടെ നാച്ചുറലി വളരുന്ന മതം ഹിന്ദു മതമാണ്. അപ്പം അവിടെ ഇസ്ലാം വളരുന്നത് അവർ അതായത് പ്രധാനമായിട്ട് ഈ കുടിയേറ്റക്കാർ വഴിയാണ്. അങ്ങനെയുള്ളൊരു വളർച്ച ഇസ്ലാമിനോട് ഉള്ളൂ. ക്രിസ്ത്യാനിറ്റി എന്ന് പറഞ്ഞാൽ ഈ പറയുന്ന സോക്കോട് റോമൻ കത്തോലിക്ക സഭയൊക്കെ ഭയങ്കര തിരിച്ചടി നേരിട്ടുകൊണ്ടിരിക്കും. അപ്പോൾ അവർ ഏഷ്യയിൽ നിന്നും ആഫ്രിക്കയിൽ നിന്നും പുതിയ വിശ്വാസികളെ കണ്ടെത്തുക എന്നുള്ളത്. സഭയ്ക്ക് കത്തോലിക്ക സഭ ആ രീതിയിൽ കേരളത്തിൽ നീങ്ങുന്നില്ല, പക്ഷേ ഇവിടെ പെന്തക്കോസ്ത് അമേരിക്കൻ ആശം കൊണ്ട് നീങ്ങുന്നുണ്ട്. അപ്പോൾ ആൻറ്റി കൺവേർഷൻ ബില്ല് വന്നിട്ടില്ലെങ്കിൽ ഇത് എളുപ്പമാണ്. ഹിന്ദുവിന് ഇടയ്ക്ക് എളുപ്പം വിലക്കെടുക്കാൻ പറ്റും. കാരണം എന്താ വെച്ചാൽ ദാരിദ്ര്യം കഷ്ടപ്പാടൊക്കെ ആയിട്ട് ഇടക്കുന്നതിന് ഇടയ്ക്ക് ഇവർ പാൽപ്പൊടി മാത്രമല്ല ജോലിയും ഒക്കെ കൊടുക്കുമ്പോൾ, അമേരിക്കയിലേക്കുള്ള വിസ, വിദ്യാഭ്യാസം കൊടുക്കുമ്പോൾ സ്വാഭാവികമായിട്ട് അങ്ങോട്ട് പോകും. അത് RSS കറക്റ്റ് പരമാവധി ആ രീതിയിൽ തന്നെ കൗണ്ടർ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട് സ്കൂളിൽ. ഒരു ജനാധിപത്യ നമ്മുടെ ഒരു നിങ്ങൾ ഒരുപാട് പറയുന്ന ഒരു ഭരണഘടന ഉള്ളപ്പോൾ അങ്ങനെ ഒരു ബില്ല് കൊണ്ടുവരാൻ പറ്റുമോ? നമുക്ക് അല്ല, ബില്ല് ഉച്ചയ്ക്ക് അധികാരം കിട്ടിയാൽ പോലും അല്ല, അതൊക്കെ കൊണ്ടുവരാൻ പറ്റും. ഈ പറയുന്ന പിന്നെ ഇപ്പം രാജ്യസഭയിൽ ഇപ്പം ഭൂരിപക്ഷം കിട്ടാൻ പോവല്ലേ, അത് കിട്ടും. പിന്നെ എല്ലാ സ്റ്റേറ്റ് അസംബ്ലീസും ഇതിൻ്റെ കൂടെയാണ്. പിന്നെ മുസ്ലിങ്ങൾക്ക് ഈ വിഷയത്തിൽ വലിയ പ്രശ്നം ഉണ്ടാവും എനിക്ക് തോന്നുന്നില്ല. ജമാഅത്തെ ഇസ്ലാമിക്ക് കുത്തിയിളക്കി വിട്ടെങ്കിലും മുസ്ലിംസ് വലിയ രീതിയിൽ കൺവേർഷൻ നടത്തുന്നില്ല. മുസ്ലിംസ് മുമ്പുണ്ടായി മീനാക്ഷിപുരം കൺവേർഷൻ ഉണ്ടല്ലോ, അത് ഭയങ്കര വിഷയമാണ്. മുസ്ലിംസിന് തന്നെ മനസ്സിലായി ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ഭയങ്കര നമ്മൾ വെക്കപ്പെടും. അവർ അതുകൊണ്ട് മുസ്ലിംസ് അങ്ങനെ ലവ് ജിഹാദൊക്കെ ഇപ്പോൾ ഉള്ളൂ, അത് ഉണ്ട് എന്നാണ് അവർ പറയുന്നത്. ഒഫീഷ്യൽ കൺഫർമേഷൻ ഇല്ല. അപ്പോൾ അത്തരം സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നു. അതല്ലാതെ പിന്നെ മാസ് കൺവേർഷൻ മുസ്ലിംസ് അടുത്ത് എവിടെയും നടത്തിയിട്ടില്ല. അപ്പോൾ ഇങ്ങനെ ഒരു രാജ്യം, പക്ഷേ രഹസ്യമായിട്ട് ഇങ്ങനെയുള്ള ഇവാഞ്ചലിക്ക പ്രവർത്തനം അവർ നടത്തുന്നുണ്ട്. പക്ഷേ ഏറ്റവും കൂടുതൽ ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്നത് പെന്തക്കോസ്തുകാരുടെ.
റോമൻ സഭ പോലുമല്ല, ലൈക്ക് സുറിയൻ കത്തോലിക്ക സഭയൊക്കെ കൺവേർഷനെതിരാണ് കേരളത്തിൽ. അടുത്തല്ല അവരുടെ നിലപാടത്തോ. പക്ഷേ ബന്ധുക്കോസിനടുത്തുണ്ട് വിത്ത് അമേരിക്കൻ ഇമ്പീരിയൽ ഇൻട്രസ്റ്റ്. ഒരു വലിയ പ്രശ്നം തന്നെയാണ്. നിങ്ങൾ ജനാധിപത്യമൊക്കെ ഒരുപാട് നിങ്ങളെ വീട്ടിൽ നിന്ന് ആളുകൾ വേറെ പല മതത്തിലേക്ക് പോകുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ കാര്യം മനസ്സിലാവുള്ളൂ. ഈ പിള്ളേരൊക്കെ വന്ന് ഇളക്കാൻ വളരെ എളുപ്പമാണ്. അല്ല അവിടെ പോയിട്ട് രക്ഷപ്പെടണം, അല്ല അവിടെ പോയി സ്വർഗം കിട്ടുന്ന ഉറപ്പുണ്ടോ? വല്ല ഉറപ്പുണ്ടോ? നിങ്ങൾ ബന്ധുക്കോസിനെ അമേരിക്ക പോയാലും യു ബ്ലഡി ബ്ലാക്ക് ആണ്, അത്രയല്ലേ ഉള്ളൂ. അതുകൊണ്ട് അങ്ങനെ നിൽക്കുന്നതാണ് അക്കാര്യത്തിന് നല്ലത്. അതിൽ ഒരുപാട് സെക്കുലേഴ്സും ജനാധിപത്യവും പറയണ്ട. അപ്പോൾ അത് വരില്ല എന്നുള്ളതാണ് ഒരു വലിയൊരു പ്രശ്നം എനിക്ക് തോന്നിയിട്ടുള്ളത്. ആന്റി കൺവേർഷൻ ബില്ല് വരില്ല, ഒന്നാമത്തത്. രണ്ടാമത്തത് കോമൺ സിവിൽ കോഡിന് വ്യത്യസ്തമായപ്പോൾ അത് മുസ്ലിം കമ്മ്യൂണിറ്റിയെ മാത്രം ബാധിക്കുന്ന ഒരു വിഷയമാണ്. അത് അവരുടെ ഇന്ത്യയുടെ വിഷയം അവർ കൈകാര്യം ചെയ്യും. അപ്പോൾ അതിൻ്റെ ഒരു ആവശ്യമുണ്ട് എനിക്ക് തോന്നുന്നില്ല. അല്ലെ കൺസെൻറ്റിൻ്റെ പുറത്ത് കൊണ്ടുപോകാൻ കുറച്ചുകൂടി നിങ്ങൾ ഈ പറയുന്നതിന് മാതിരി. കാരണം അത് രാജ്യത്ത് താക്കുന്ന ഒരു സാധനമൊന്നുമല്ല. അത് മുസ്ലിംസിനെ പിന്നോട്ട് വലിക്കുന്നുണ്ട് പല കാര്യത്തിലും. മുസ്ലിം സ്ത്രീകൾക്കൊക്കെ പ്രശ്നമാണ്. അത് മുസ്ലിം സ്ത്രീകൾക്കൊന്നും ഒരു പ്രശ്നം വരുന്നില്ല. ഈ മുസ്ലിം നല്ല ഈ പറയുന്ന ചിന്താശേഷിയുള്ള മുസ്ലിങ്ങൾക്കും ഈ സിവിൽ കോഡ് വരുന്നതുകൊണ്ട് യാതൊരു ബുദ്ധിമുട്ടുമില്ല. ഈ മത സാധാരണക്കാരായ മുസ്ലിംസിനെ അതൊരു പേടിയുണ്ട് ആ കാര്യത്തിൽ. അവരുടെ മതത്തിൽ അതിന്റെ ഒരു കാര്യങ്ങൾ മനസ്സിലായി ഒരു കൺസെന്റിന്റെ പുറത്ത് വേണം അത് ചെയ്യാൻ. അതിന്റെ ഒരു പ്രശ്നം വന്നതിന് എനിക്കൊരു പ്രശ്നം തോന്നി. പക്ഷെ ആന്റി കൺവേർഷൻ ക്രിസ്ത്യൻ, ഹിന്ദു, സോറി ക്രിസ്ത്യൻ മുസ്ലിം ആര് ചെയ്ത് കഴിഞ്ഞാലും അത് ഇന്ത്യനെ നശിപ്പിക്കുന്ന രീതിയിലേക്ക് പോകും. അപ്പോൾ അതുകൊണ്ട് ഒന്നെങ്കിൽ അവർ തന്നെ അത് രജിസ്റ്റർ ചെയ്യണം. അങ്ങനെ സംഭവം വേണ്ടെന്ന് അവർ തീരുമാനിക്കണം. അല്ല ഇവിടെ നമ്മൾ ഇരിക്കാൻ ഇടം കൊടുത്തു കഴിഞ്ഞാൽ ഒട്ടകത്തിന് കൊടുത്ത പോലെ ആയി പോരുത്. അതെ. പിന്നെ വേറെ നമ്മുടെ ഈ മോദിയുടെ മോദി എന്ന് പറയുമ്പോൾ ടീം എന്ന് പറയുമ്പോൾ ഈ അകാലിദൾ ഒരിക്കൽ ഇവിടുന്ന് പോയത് കാർഷിക വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് കർഷക സമരമായിട്ട് ബന്ധപ്പെട്ടൊക്കെയാണ്. പക്ഷേ ഇന്ന് പ്രധാനമന്ത്രി അധികാരത്തിൽ വന്നതിന് ശേഷം ആദ്യമായിട്ട് പ്രധാനമന്ത്രി ഒപ്പിട്ടത് ഈ കർഷക ഒരു പദ്ധതി ഉണ്ടല്ലോ, നമ്മുടെ കിസാൻ പദ്ധതി. ആ പദ്ധതിയിലേക്ക് അടുത്ത തുക കൊടുക്കാൻ വേണ്ടിയിട്ട് 120 കോടി, അങ്ങനെ ഇപ്പോൾ കണക്കിൻ്റെ ഓർമ്മയില്ല, കോടിയോളം രൂപ മാറ്റി വെച്ചുകൊണ്ടുള്ള ഫയലിൽ ഒപ്പിട്ടുകൊണ്ടാണ്. അപ്പോൾ അത് തുടക്കത്തിൽ തന്നെ അദ്ദേഹം ഒരുപക്ഷെ കർഷകരിൽ നിന്നും ചില തിരിച്ചടികൾ ലഭിച്ചു എന്നൊരു തോന്നലുകളുണ്ട്. ഈ അകാലിദൾ പോലുള്ള ചില പാർട്ടികൾ പോയതുകൊണ്ടും അവരെല്ലാം ഒന്ന് ബോധ്യപ്പെടുത്താൻ, ഞാൻ കർഷകൻ്റെ കൂടെയാണ് എപ്പോഴും, നാട് കർഷകരുടെ കൂടെയാണെന്ന് കാണിക്കാനും വേണ്ടി ആയിരിക്കില്ലേ മോദി ഇപ്പം അങ്ങനെ ഒരു ആദ്യം ഒപ്പിട്ടിട്ട് അദ്ദേഹം പറഞ്ഞു, ഞാൻ എന്ന് ഒപ്പിട്ടതിന് ശേഷം അദ്ദേഹം പറയുകയും ചെയ്തു, ഞാൻ കർഷകരുടെ കൂടെയാണ്, കർഷകനാണ് നമ്മുടെ നാടിൻ്റെ എല്ലാം, അതുകൊണ്ട് എപ്പോഴും ഞങ്ങൾ കർഷകരുടെ കൂടെ ആയിരിക്കും എന്ന് പറയുമ്പോൾ ഈ കർഷക സമരങ്ങളെ ഒരു തരത്തിൽ ഇൻഡയറക്റ്റ് ആയിട്ട് കർഷക സമരങ്ങളെ തള്ളി പറഞ്ഞുകൊണ്ട് അത് ഫലവത്താകാൻ പോകുന്നില്ല എന്ന് കാണിക്കാൻ വേണ്ടി ആയിരിക്കില്ല ടീം മോദിയുടെ ഒരു മൂന്നാമത്തെ ആ ഒരു ഉദ്യമം. അല്ല, ഒരു സംഘർഷത്തിന്റെ വാതിയില്ല. ഇതിപ്പോൾ മോഡിക്ക് പറ്റിയ പ്രശ്നം ഇങ്ങനെ മാത്രം ഓവർനൈറ്റ് മാറേണ്ട ഒരു ആവശ്യമൊന്നുമില്ല. ഭരണഘടനയ്ക്ക് ചുംബിക്കുന്നു, ഇങ്ങനെ ഇതിൻ്റെ ആവശ്യമൊന്നുമില്ല. മോഡിയായിട്ട് തന്നെ നിന്നാൽ മതി. പക്ഷേ ഈ ഹാർഡ് കോർ പോളിസീസുമായിട്ട് അധികം മുന്നോട്ട് പോകാതിരിക്കുക, അതാണ് ചെയ്യേണ്ടത്. അപ്പോൾ ആന്റി കൺവേർഷൻ ബില്ല് വന്ന തെലുങ്ക് ദേശത്തിൻ്റെ പ്രശ്നം നല്ല ഫണ്ട് വരുന്നതാണ്. ജഗനാണ് അതിൻ്റെ കീ, എങ്കിൽ പോലും ഫണ്ട് വരുന്നതാണ്. അപ്പോൾ അത്തരം വിഷയങ്ങൾ തൽക്കാലം തൊടാതിരിക്കുക, ബാക്കി വിഷയങ്ങളൊക്കെ ആയിട്ട് മുന്നോട്ട് പോകാന്നുള്ളതാണ്. അപ്പം കർഷക ബില്ല് എന്ന് വെച്ചാൽ അതിൽ ഒരുപാട് എന്ന് വെച്ചാൽ ആദ്യം ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഒരുപാട് പഞ്ചാബിലെയും ഹരിയാനയും കർഷകരുണ്ട്. അവരെ സംബന്ധിച്ച് അവരെ അതെങ്ങനെ കൺവിൻസ് ചെയ്യുന്ന രീതിയിൽ പതുക്കെ കൊണ്ടുപോകാൻ പറ്റുള്ളൂ. അത് എളുപ്പം നമുക്ക് നടപ്പിലാക്കാൻ പറ്റില്ല. സത്യം കർഷക ബില്ല് കർഷകർക്ക് നല്ലതാണ്, പക്ഷെ അവർക്ക് ഇപ്പം കിട്ടുന്ന താങ്ങുവില പോലുള്ള പ്രൊട്ടക്ഷൻ കിട്ടില്ല എന്നുള്ളതാണ്. ഈ കർഷക ബില്ല് പറഞ്ഞിട്ടുള്ള പല കാര്യങ്ങളൊക്കെ മുമ്പിൽ ഇടതുപക്ഷക്കാരൊക്കെ പറഞ്ഞിട്ടുള്ളൂ. ഇടനിലക്കാരനെ ഇല്ലാതാക്കുക എന്നുള്ളത്. ഇവിടുത്തെ പാർട്ടി കോൺഗ്രസ് ഇടനിലക്കാരനെ ഇല്ലാതാക്കുക. പക്ഷെ അവര് പേടി ഒന്ന് മോഡി നടപ്പിലാക്കുന്നു, രണ്ടൊരു ക്യാപിറ്റലിസ്റ്റ് രീതിയിൽ നടപ്പിലാക്കുന്നു. ഇവർ വന്ന് സഹകരണ സംഘങ്ങൾ കൊണ്ടുവന്ന് രക്ഷപ്പെടുത്താൻ. സഹകരണ സംഘങ്ങളോട് അത്ര എളുപ്പം നല്ല കാര്യങ്ങൾ. മറ്റേ റിലയൻസ് പോലെ ഒരു കമ്പനി ആകുമ്പോൾ അവർ നേരിട്ട് മേടിക്കുകയും കൃത്യമായി കാശ് കൊടുക്കുകയും ചെയ്യും. പക്ഷേ ഗവൺമെൻറ് അതിലെടുക്കുന്ന പോളിസി വളരെ പ്രധാനപ്പെട്ട. ഇവരെപ്പോഴും പറ്റിക്കുകയാണെങ്കിൽ കർഷകരുടെ കൂടെ നിൽക്കണം. ആ കാര്യത്തിലൊക്കെയാണ് ഒരു ഉറപ്പ് എടുത്തേണ്ടത്. അപ്പം ഇന്നല്ലെന്നാണെങ്കിൽ കർഷക ബില്ല് നടപ്പിലാക്കിയേ പറ്റുള്ളൂ. ഇടനിലക്കാരെ ചൂഷണം ഒഴിവാക്കണം, കർഷക ബില്ല് നടപ്പിലാക്കും. പിന്നെ പഞ്ചാബിലെ കർഷകർ സർദാർജിമാർ ഇതിൻ്റെ പിന്നിൽ ഇറങ്ങാൻ ഇവരാണ് പ്രധാനപ്പെട്ട ഇടനിലക്കാർ. പിന്നെ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ സാധാരണ കർഷകരല്ലല്ലോ, അവർ നല്ല ലക്ഷക്കണക്കിന് ആസ്തികളുള്ള വലിയ കർഷകരല്ലേ. അവിടെ പ്രധാനമായും പഞ്ചാബിൽ കൃഷി സ്ഥലങ്ങൾ ഒരുപാടുണ്ട്. ഈ സാധാരണ കർഷകരെ നമ്മൾ അധികവും കാണുന്നത് പഞ്ചാബിലല്ല. സാധാരണ കർഷകർ ഈ പറയുന്ന മഹാരാഷ്ട്ര പഞ്ചാബിലത്തെ രാഷ്ട്രീയ ആത്മഹത്യ ചെയ്തിട്ടുണ്ട്. ഏറ്റവും കൂടുതൽ മഹാരാഷ്ട്ര, കർണാടക ആ ഒരു റീജിയനിലൊക്കെയാണ്. അതിലവിടുത്തെ കാലാവസ്ഥ ഒരു ഘടകമാണ്. അപ്പോൾ ഈ പറയുന്ന വലിയ ഇടത്തരക്കാരാണ് ഈ പ്രശ്നത്തിന് ഏറ്റവും കൂടുതൽ ഫണ്ട് ചെയ്തിട്ടുള്ളത്. ഇവരാണ് ഏറ്റവും കൂടുതൽ വോയിസ് ഉയർത്തിയിട്ടുള്ളത്. പിന്നെ ബുദ്ധിജീവികളൊക്കെ അതിൽ ഈ താങ്ങുവിലയുടെ കാര്യം, ഇങ്ങനെ ചില കാര്യങ്ങൾ, ക്യാപിറ്റലിസം,
ഇന്ത്യ ഒരു ബേസിക്കലി ക്യാപിറ്റലിസ്റ്റ് രാജ്യം, ഇവിടെ എല്ലാ വേഗം നടപ്പിലാക്കാൻ പറ്റും. ഇവിടെ നിങ്ങൾ കുറേ സോഷ്യലിസ്റ്റ് നടപ്പിലാക്കാൻ നോക്കിയിട്ടൊന്നും പറ്റിയിട്ടില്ല. പറ്റില്ല. അപ്പോൾ എന്തായാലും കർഷകരുടെ കാര്യങ്ങളൊക്കെ ഈ വിഷയങ്ങളും പതുക്കെ ചെയ്യുക, എല്ലാ കാര്യങ്ങളും. പക്ഷെ മോദി കാര്യങ്ങളെല്ലാം ചെയ്യാൻ ഒരു പ്രാപ്തനായിരിക്കും തന്നെ നമുക്ക് വിശ്വസിക്കാം. അല്ല, മോഡി കാര്യങ്ങളൊക്കെ ചെയ്യും, പക്ഷെ ഇപ്പോൾ പെട്ടെന്ന് അടി കിട്ടി എവിടേക്കാണ് അപ്രതീക്ഷിതമാണ് ഈ ഒരു തല്ല് കിട്ടിയിരിക്കുന്നത്. മോഡിന്റെ പ്രഭാവം മങ്ങിയിട്ടൊന്നുമില്ല, പക്ഷെ ഒരു തല്ല് കിട്ടിയെന്നൊരു ഫീൽ ഉണ്ട്. കാരണം UP-ൽ സീറ്റ് മഹാരാഷ്ട്രയിൽ. പക്ഷെ തല്ലല്ല, അതൊരു താക്കീതാണ് എന്ന് തല്ലും താക്കീതുണ്ട്, തല്ലിന്റെ രൂപത്തിൽ വന്ന താക്കീതാണ്. അപ്രതീക്ഷിതമാണത്. അത് എനിക്ക് തോന്നുന്നു ഈ ഹിന്ദുത്വ ഫോഴ്സിനുള്ളിൽ തന്നെയാണ്. എന്തായാലും ടീം മൂന്നാമത്തെ ടീം എന്ന് പറയുന്നത് കുഴപ്പമില്ലാതെ പോകുന്നത് തന്നെയാണ്. അതൊക്കെ പോകും, അതിനുള്ള പണിയൊക്കെ ഉണ്ടല്ലോ, അതിനെ പണിയൊക്കെ എടുത്തു വെച്ചിട്ടുണ്ട്. പിന്നെ മൂപ്പര് ഇങ്ങനെ കണ്ടമാനം ഈ പറഞ്ഞ ഇവരെ സന്തോഷിപ്പിക്കാൻ വേണ്ടി അതുവരെ മൂപ്പര് ഭരണഘടന മൂപ്പര് വലിയ ബഹുമാനം കൊടുത്തിട്ടില്ല. പിന്നെ അതിനൊക്കെ ചുമ്പഴിക്കേണ്ട ആവശ്യമൊന്നുമില്ല, അതിന് ബഹുമാനിക്കുന്നു എന്നൊക്കെ പറഞ്ഞാൽ മതി. അന്നപ്പം എന്ന് വെച്ചാൽ പെട്ടെന്ന് ഇയാൾ അഭിനയിക്കാവുന്ന ഫീൽ ഉണ്ടാവും. അത് മോഡി ശ്രദ്ധിക്കുന്നതല്ല.